நம்ம யார் வம்புக்கும் போறதில்ல, யார் தும்புக்கும் போறதில்ல. நம்ம உண்டு, நம்ம ചോളി ഉണ്ടെന്ന് പോയിறது. അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. സംഭവം ഇന്ന് നമ്മളൊരു യാത്രയിലാണ് വേളാങ്കണ്ണിയിൽ. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഇതിനു മുന്നേ ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് വന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. അതും കുടുംബസമേതം. ഞാനും എൻ്റെ വൈഫും വൈഫിൻ്റെ ഫാമിലിയുമാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ദോ ഇരിക്കുന്ന ഈ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോൾ ആരാധന. സോ ഇവളുടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ തല മൊട്ടത്തലയാവും. ഈ മൊട്ട അടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. പിന്നെ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മയച്ഛന് കുറച്ച് ചടങ്ങും, അതായത് നമ്മുടെ ഒരു നേർച്ചകളുണ്ടായിരുന്നു. ആ നേർച്ചയും കൂടെ നിറവേറ്റാനാണ് നമ്മൾ ഈ പ്രാവശ്യം വേളാങ്കണ്ണി വന്നിട്ടുള്ളത്. സോ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ നേർച്ചകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാം, എൻ്റെയിലും മറ്റൊരുള്ളതിലെ നേർച്ചകളും കാര്യങ്ങളും എനിക്കധികം വിശ്വാസമില്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഞാനത് പാലിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളതിനെ നിന്ദിക്കാൻ പാടില്ല. പുള്ളിക്കാരൻ നല്ല രീതിയിൽ വൈഫ് ഡെലിവറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയും മോളും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേർന്നതാണ്. ഞാൻ ശബരിമലയ്ക്ക് പോയ പോലെ പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഇങ്ങനെ മുട്ടിപ്പായി കഴിഞ്ഞ് അങ്ങറ്റുള്ള ചർച്ചിൽ പോയി തൊഴും എന്നൊരു നേർച്ച പുള്ളിക്കാരനുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ കാണും പോലെയോ നമ്മൾ വിചാരിക്കും പോലെയോ അത്ര എളുപ്പമല്ല ഈ നേർച്ചയെന്ന് പറയുന്ന കാര്യം. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ളതാണ്. കാരണം നട്ടുച്ച വെയിൽ പോലും അല്ലത്. ഒരു 8-9 മണി, നമ്മൾ പോയത് 7:30, അപ്പോൾ തന്നെ പുള്ളിക്കാരൻ തുടങ്ങി. മാത്രമല്ല, ഈ പെണ്ണിനെ കൊണ്ടു കിടക്കുന്നതാണ് അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം. കാരണം ഈ പെണ്ണ് അടങ്ങിയിരിക്കത്തില്ല. സാധാരണ കൊച്ചുങ്ങൾ എന്താ, അച്ഛനും അമ്മയും എണീറ്റ് അതായത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അവരൊക്കത്തിരുന്ന് കൊണ്ടു കിടക്കുന്നില്ല ഇഷ്ടം. ഈ പെണ്ണിന് നമ്മളെ തോളത്ത് കയറി ഇരിക്കാൻ ഇഷ്ടമല്ല. ഈ പെണ്ണ് എപ്പോഴും നടക്കണം. അത് എവിടെയെങ്കിലും പോയി വീഴുക, തലയും കുത്തി വീഴുക എന്നൊക്കെയാണ് പരിപാടികൾ മെയിൻ. നടക്കാൻ നല്ല താല്പര്യമുള്ള കൊച്ചിനാണ്. അതാണ് ഒരു ക്രോസ്, അവളുടെ ഒരു അവളുടെ ഒരു സൈസ് അനുസരിച്ച് ക്രോസ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. പുള്ളിക്കാരനാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നടന്നതിന് ശേഷം പുള്ളിക്കാരൻ നയിച്ച് ഒരു പാദത്തിന് മേലെ അടുത്ത പാദം വെച്ച് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അത് ചെയ്തു തുടങ്ങി. കാരണം നല്ല പൊള്ളുന്ന ഇതായിരുന്നു, മണലൊക്കെ ഭയങ്കര പൊള്ളുന്നതായിരുന്നു. ഈ പെണ്ണാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം ഈ പെണ്ണിനെ കൊണ്ടു കിടക്കുന്ന അടുത്ത ഒരു ചടങ്ങാണല്ലോ. ഈ പെണ്ണിന് വേണ്ടിയാണ് ഈ നേർച്ചകളെല്ലാം ചെയ്യുന്നത്. അതുപോലും അറിയാതെ ഈ പെണ്ണ മണ്ണിൽ പോയി ഇറങ്ങണം, അവിടെ പോയി ഇടിക്കണം, ഇവിടെ പോയി ഇടിക്കണം എന്നുള്ളതാണ് ഇവള്. ഒരു അനുസരണയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് രീതിയിൽ കണ്ടോ ഓണോട് പോയിട്ട് വീണ്. ഇതാണ് പ്രശ്നം. അവിടെ എവിടെയും പോയി വീണ്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാറില്ല, പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. സോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലത്ത് പോയി ഇരുന്നു. മുടിഞ്ഞ വെയിലായതുകൊണ്ട് അങ്ങനെ പോയി ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സമയവും എൻ്റെ അമ്മയച്ഛൻ കഷ്ടപ്പെട്ട് ആ മണ്ണിലൂടെ നടക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും പോലെ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു. അതിന് പറയാൻ കാരണം, ഞങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ കൂടെ അതിൻ്റെ സൈഡിലുള്ള ഒരു ഇൻ്റർലോക്കില്ലേ, അതിലൂടെ നടന്നാൽ പോലും നമ്മുടെ ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളും. അത്രത്തോളം നല്ല തിളച്ച ഒരു ഇതാണ് അവിടെ. കാരണം അത്രത്തോളം ചൂടാണ്. ഇത് രാവിലെ ഒരു 8 മണിയോ ആണ് ഞാൻ പോയ സമയം. അത്രയും തിളച്ച ഇതിലാണ് നമ്മൾ നടക്കാതെ ചെരുപ്പിട്ട് നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ആ മണലിൽ വെയിൽ സമയത്ത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ സമയത്ത് പുള്ളിക്കാരൻ നടന്നത് കുറച്ച്, എനിക്ക് തോന്നുന്നത് ഏകദേശം, എനിക്കറിയില്ല കറക്റ്റായിട്ട്, എനിക്ക് തോന്നുന്നു 800 കിലോമീറ്റർ അടുപ്പിച്ച് കാണാം. സോ ഈ കാണുന്ന ഈ ചർച്ചിൻ്റെ അങ്ങനത്തെ ഇതിൽ സൈഡിലൂടെ ഉള്ളതാണ് പോകുന്നത്. ഇത് കൂടാതെ തന്നെ പുള്ളിക്കാരനെ പോലെ അവിടെ ഒരുപാട് പേര്. പക്ഷേ എനിക്ക് സങ്കടമോ അല്ലെങ്കിൽ ഒരു കാര്യം തോന്നിയത്, നിങ്ങൾ കണ്ടറിയാം ആ വീഡിയോക്കകത്ത് കണ്ട കൊച്ചു കുട്ടികളോട് നടക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികളെ ഇങ്ങനെ നടത്തിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ അതിൽ യോജിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തരുടെ വിശ്വാസം അല്ല അവരുടെ പാരൻസിൻ്റെ വിശ്വാസം എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ എനിക്ക് നോർമലി അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കൊച്ചുകുട്ടികളെ ഇങ്ങനെ വെയിലത്ത് നടത്തിക്കാം. എന്തായാലും പുള്ളിക്കാരൻ്റെ ഇത് സക്സസ് ആയിട്ട് കഴിഞ്ഞു. പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് അതുവഴി ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല കറക്റ്റ് ദൂരം എത്രയാണെന്ന്. പുള്ളിക്കാരൻ്റെ വിശ്വാസം പുള്ളിക്കാരനെ കാക്കട്ടെ. പുള്ളിക്കാരൻ നേർന്നത് പോലെ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് അത് ചെയ്ത് തീർത്തിട്ടുണ്ട്. അവിടെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ 1 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് വന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മുട്ടിലൊക്കെ ആക്ച്വലി രക്തമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് വയ്യ. പുള്ളിക്കാരൻ്റെ ഏജ് നമ്മളൊരു ഫാക്ടറാണ്. പക്ഷേ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം അത് അവരുടെ വിശ്വാസമാണ്. 1, 2 പുള്ളിക്കാരൻ നേർന്നതാണ്. സാധാരണ ഞാൻ എൻ്റെ കൊളീഗ്സും അമ്മയൊക്കെ പറഞ്ഞ കേട്ടുകൊണ്ട്, ഏതൊരു വിശ്വാസിയായാലും എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് ചെയ്തിരിക്കണം എന്ന രീതിയിൽ. അത് അവരുടെ ഇതാണ്. പക്ഷെ നമ്മൾ നേർന്ന് പോകണം. വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നേരുന്നത്. അത് നേർന്ന് കണ്ടാൽ ചെയ്തിരിക്കണം.
സോ ഇനി കുറച്ച് നമുക്ക് വിശ്രമിക്കാം, കാരണം പുള്ളിക്കാരൻ്റെ മുട്ടിലൊക്കെ രക്തമൊക്കെ വന്നില്ല, ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകുന്നു, കാരണം ബാക്കി കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഈ പെണ്ണിൻ്റെ മൊട്ടയടിക്കണം, ഈ മുടി കളഞ്ഞിട്ട് ഫുള്ള് മൊട്ടയടിച്ച് ചെയ്യണം. സോ അതിന് വലിഞ്ഞ് കയറണം, എവിടെയൊക്കെയോ വലിഞ്ഞ് കയറണം, ഒന്നും കേൾക്കത്തില്ല. ഇത് ഓരോരോ വരുമ്പോൾ നമ്മൾ വലിച്ച് മാറ്റണം ഈ പെണ്ണിനെ. ഈ പെണ്ണിനാണ് ഇത്രയും കിടന്ന് എല്ലാവരും കഷ്ടപ്പെടുന്നത്, അതറിയാണോ ഈ പെണ്ണിന്? ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. മാത്രമല്ല ഇതിന് സെക്കൻഡ് പാർട്ടിലായിരിക്കും എൻ്റെ കൊച്ചിൻ്റെ മുട്ടയെടുപ്പും വേറെയും കുറേ നേർച്ചകളും കാര്യങ്ങളുണ്ട്. സോ ഈ ആചാരം എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുള്ള ചർച്ചിൽ കയറും, കടലിൽ പോയിട്ട് നേരെ പോകുന്നുണ്ടെങ്കിലും നേർച്ചകൾ വളരെ ആദ്യമായിട്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ ഉണ്ടാവുന്നതാണ്.